അർദ്ധനഗ്നനായ ഗാന്ധിജി ആരാണെന്ന് പോലും ഈ തലമുറയ്ക്ക് അറിയില്ല. ഗാന്ധിജി ആർക്കു വേണ്ടി മരിച്ചു വീണു എന്ന് തലമുറ. അഴിമതിയുള്ളവൻ നല്ലവനും അഴിമതിയില്ലാത്തവൻ പൊട്ടനും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും. അത്ര മനസ്സിലാക്കിയാൽ മതി. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും. 15-ാമത്തെ വയസ്സിൽ തൃപ്പൂണിത്തറ സ്കൂളിൽ, അദ്ദേഹത്തിൻ്റെ വീട് കൊടുങ്ങല്ലൂരായി. തൃപ്പൂണിത്തറ സ്കൂളിൽ ചെറുപ്പക്കാരനായ പയ്യൻ എഴുന്നേറ്റ് നിന്നു ക്ലാസ്സിൽ. മാഷോട് പറഞ്ഞു, മാഷി, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്റ്റൈപ്പൻഡ് അനുവദിക്കണം. ഫസ്റ്റായില്ലേ ബ്രിട്ടീഷുകാരും കൊച്ചിരാജു. സ്കൂള് ഞെട്ടി. എന്താണ് ഈ പയ്യനെ നാളെ ഉണ്ടാവുക? രാജാവ് പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ കാണണം. 1984 ഒക്ടോബർ മാസം 30-ാം തീയതി വൈകുന്നേരം അച്ഛൻ അവസാനമായി പ്രസംഗിച്ച സ്റ്റേജ്. ആ സ്റ്റേജിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചു. ഇന്ത്യയുടെ ദേശീയ ഐക്യവും ദേശീയബദ്ധതയും മതേതരത്വവും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒന്നായി മാറണം ഇന്ത്യ എന്ന് പ്രസംഗിച്ചു. 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയെ സിഖ് തീവ്രവാദി വെടിവെച്ച് വന്നു. ആര് സഹായിച്ചു? ആരും സഹായിച്ചില്ല. കുട്ടികൾക്ക് പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളും റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കൈയിട്ട് നടക്കുമോ? ഇല്ല. ഞാനൊന്നും കോളേജിലുണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയോടൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. തലമുതിർന്ന കോൺഗ്രസ് നേതാവ്, മലപ്പുറം ജില്ലയിൽ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ, അതോടൊപ്പം നിയമസഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന, വളരെ പഴക്കം ചെന്ന, ഒരുപാട് നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള, ഈ രാജ്യത്തിൻ്റെ സെക്കുലർ കാഴ്ചപ്പാടിനു വേണ്ടി ധീരമായി ഈ ഒരു സമയത്തും രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്തും ധീരമായി നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുന്ന, മതേതരത്വത്തിൻ്റെ ഉറച്ച ശബ്ദമായിട്ടുള്ള ബഹുമാന്യനായ സി ഹരിദാസ്, അദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് നമ്മൾ ഉള്ളത്. പീസ് റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച മാതിരി ഇന്ന് നമ്മുടെ രാജ്യം വളരെ വിഷമമേറിയ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. അതാണ് എൻ്റെ അമ്മ. ഇതിൻ്റെ മീതെ കാണുന്ന വലിയ ഫോട്ടോ എൻ്റെ അമ്മ. പല സംസാരത്തിലും ഞാൻ അമ്മയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മയാണ് എൻ്റെ എല്ലാം. അച്ഛൻ ചെറുപ്പത്തിലെ 8 മാസം ഗർഭമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പ്രശസ്തമായ കുടുംബമാണ്. കമലാ സൂര്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബം. അച്ഛൻ്റെ വീട് പുന്നൂർക്കുളത്ത്. ആ പുന്നൂർക്കുളത്തെ തറവാട്ടിൽ നിന്നും അന്നത്തെ നായർ സമുദായത്തിൻ്റെ എന്തു പറയണം, നിയമെന്നോ അതോ കീഴ്വഴക്കെന്നോ എന്തായാലും ശരി, അച്ഛൻ്റെ ശവം എടുക്കുന്നതിന് മുമ്പ് അമ്മ വീട് എന്ന് പറഞ്ഞാൽ വലിയ 8 കെട്ടാണ്. ആ 8 കെട്ടിൻ്റെ വടക്കേ ഭാഗത്തെ കൊലായിൽ കൂടി പുറത്തിറങ്ങി തലയിൽ ഒരു കൂടി തോർത്തുകൊണ്ടും കെട്ടിയിട്ട് അമ്മ എന്നെ വയറ്റിലിട്ട്, അമ്മ എൻ്റെ 2 സഹോദരന്മാർ, മൂത്ത സഹോദരന്മാർ, ഒരു സഹോദരി, അങ്ങനെ ഞങ്ങൾ 3 പേർ, ഞാൻ വയറ്റിലും അവരും, അവരെ നടത്തി അണ്ടത്തോട്ട് കനാലിൽ വഞ്ചി വന്നിട്ടുണ്ടായിരുന്നു. ആ വഞ്ചിയിൽ കയറ്റി എൻ്റെ അമ്മയെ എൻ്റെ ഗ്രാമമായ ഇന്നത്തെ കാലടി പഞ്ചായത്തിലെ പോത്തന്നൂർ എന്ന ഗ്രാമത്തിൽ വരികയാണ്. അങ്ങനെ എന്നെ പ്രസവിക്കുകയാണ് 10-ാം മാസത്തിൽ. അന്ന് ഇതുപോലെ സൗകര്യങ്ങളും ഇല്ല. എൻ്റെ വീട് 4 കെട്ടാണ് ഇരുന്നു. അവിടെ പ്രസവിക്കും.
അങ്ങനെ അമ്മയുടെ എല്ലാ ശിക്ഷണത്തിലാണ് ഞാൻ സ്കൂളിൽ പഠിച്ചതും ഈ AVI സ്കൂളിൽ പഠിച്ചതും എൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന കോളേജുകളിലൊക്കെ അമ്മയെ പറഞ്ഞിട്ടാണ് എന്തും ചെയ്യുക. ഇപ്പോഴും ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ അമ്മയാണ്. അത് എൻ്റെ വിഷയം മഹാരാജ് കോളേജിൽ ഹിസ്റ്ററി ആയിരുന്നു, ചരിത്രം. ആ ചരിത്ര വിഷയത്തിൽ പൊളിറ്റിക്സ് എക്കണോമിക്സും സബ്ബാണ്. ആ പൊളിറ്റിക്സിൽ പറയുന്ന തന്നെ എന്താ, മെറ്റർണിറ്റി ഈസ് എ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് സത്യമാണ്. ഇറ്റ് ഈസ് എ ഫാക്ട്. വാപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് മെറ്റർണിറ്റി ഈസ് എ ഒപ്പീനിയൻ, അത് വിശ്വാസമാണ്. അപ്പോൾ അമ്മ എന്ന ആ സത്യത്തിൽ ഞാൻ വളരെയാണ്. ഞാൻ പറയുന്നത് എന്തും അമ്മ സാധിപ്പിച്ചു തരും. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാവുമെന്ന് ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വളരെയാണ്. വളരുമ്പോൾ നാലുകെട്ടിൻ്റെ മുമ്പിൽ മുഴുവൻ സിമെൻ്റാണ്, സിമെൻ്റ് മുറ്റം. ആ മുറ്റത്ത് വെച്ച് എൻ്റെ അമ്മ അന്ന് എൻ്റെ ഗ്രാമത്തിലുള്ള അധിക മുസ്ലിങ്ങളും എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാരണമൊക്കെ എൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർ ആരായാലും മുസ്ലിംസ്, അവരുടെ മക്കളെ എൻ്റെ അമ്മ പെട്രോമാക്സ് വയ്ക്കാവുന്ന പെട്രോമാക്സ് പൈസക്കാരുടെ വീട്ടിലുണ്ടാവും. അത് അടിച്ച് അതിനൊക്കെ കാര്യസ്ഥന്മാരുണ്ട്. കുഞ്ഞുമരക്ക, ബീരാവുണ്ണി, മൊയ്തുണ്ണി, മൊയ്തു, എത്ര അങ്ങനെ ഇരാവുണ്ണിയാണ് പെട്രോമാക്സ് അടിക്കുക. അപ്പം ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലെ കൊലായിരുന്നു കൊണ്ട് ആശാരി ഇരുത്തിയിട്ട് ഇന്നത്തെ പോലെയല്ല ഓത്തുപലക ഉണ്ടാക്കി വീരാവുണ്ണിയോടോ മൊയ്തുണ്ണിയോടോ കൊണ്ടേ കൊടുക്കാൻ പറയും ഓരോ വീട്ടിലും. അങ്ങനെ കുട്ടികളെ മുഴുവൻ അങ്ങയുടെ വീട്ടിൽ വെച്ച് അത് ഉണ്ടാക്കുക, ആശാരി ഉണ്ടാക്കിയത്. അങ്ങയുടെ വീട്ടിൽ വെച്ചാണ് ആശാരിയെ കൊണ്ട് ഉണ്ടാക്കി. ഇതൊക്കെ ഞാൻ കാണാൻ കുട്ടിയാവുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ അന്നത്തെ പാണേക്കാട്ട് പൂക്കോയത്തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി അഭിപ്രായത്തോടുകൂടി അമ്മ എൻ്റെ ഗ്രാമത്തിൽ, പോത്തനൂർ എന്ന ഗ്രാമത്തിൽ ആദ്യമായി ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കും. മുസ്ലിം പള്ളി ഉണ്ടാക്കുകയാണ്. ഇപ്പോഴും ഞാൻ പോകുമ്പോൾ നാളെ തോന്നുന്നു അവിടെ മറ്റൊരു മുസ്ലിം വീട്ടിൽ കല്യാണമുണ്ട്. പോകുമ്പോൾ ഞാൻ അവിടേക്ക് കാറ് കൊണ്ടുപോകും, പള്ളിയുടെ അവിടെ നിർത്തും, വീട്ടിൽ കാശിട്ട് തിരിച്ചു പോരും. അതിൻ്റെ അത് ഇല്ല വേണ്ടെന്ന് പറയാൻ ആർക്കവിടെ അധികാരം? അത് കഴിഞ്ഞു ഒട്ടേറെ സ്ഥലങ്ങൾ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ പെട്ട നെയ്തല്ലൂർ എന്ന പ്രദേശം, പോത്തനൂരുമായി അടുപ്പം, തോട്ടിൻ്റെ അപ്പുറം ഇപ്പുറം, അവിടെ രണ്ടാമത്തെ പള്ളി ഉണ്ടാക്കി എൻ്റെ അമ്മ. നെയ്തല്ലൂർ പോത്തനൂർ പള്ളി പാണേക്കാട് ശിഹാബ് തങ്ങൾ മരിക്കുന്നതിൻ്റെ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് പുതുക്കി പണിതു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിളിച്ചു എന്നെ, ഹരിയെ നീ വരണം, ഞാനവിടെ വരുന്നുണ്ട്, നീ അവിടെ കുറച്ച് സംസാരിക്കണമോ? ശരി. അവിടെ ചെന്ന് ഞാൻ എന്നോട് പറഞ്ഞു പള്ളിയിലൊക്കെ കയറി കണ്ടോളൂ, അമ്മ കൊടുത്ത സാധനങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ കണ്ടോളൂ. എന്തായി പറയണേ? എന്താണ് തെറ്റ്? പെരുന്നാളായ നോമ്പ് തുടങ്ങിയാൽ വൈകുന്നേരം നോമ്പ് തുറക്കണ്ടേ? അന്ന് കോഴി പോലെ കോഴി കച്ചവടമൊന്നുമില്ല എവിടെയും. അപ്പോൾ അന്നെന്താ കോഴിയെ വളർത്തല ഓരോ വീട്ടിലും. നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, കോഴിയെ വളർത്തല. കോഴിക്കോട് കൈയിടരുതെന്ന് പറയും, പാമ്പുണ്ടാവും ചിലപ്പോൾ പറഞ്ഞിട്ട്. ഒക്കെ ഇപ്പോഴത്തെ ഓർമ്മകളാണ്. ആ കോഴിക്കോട്ടിൽ കോഴി ഉണ്ടാവും. ആ കോഴിയെ പിടിച്ച് അയ്മുവിൻ്റെ വീട്ടിൽ നിന്നായാലും ശരി, കുഞ്ഞുവരക്കാരുടെ വീട്ടിൽ നിന്നായാലും ശരി, മൊയ്തൂൻ്റെ വീട്ടിൽ നിന്നായാലും ശരി, ഒക്കെ മുറിച്ച് വൈകുന്നേരത്തിന് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്ത് കോഴിയിറച്ചിയും പത്തിരി കൊണ്ടുപോകാൻ ആൾ വരും. അങ്ങനെ വളർന്നു ഞാൻ, അങ്ങനെ വളർന്നു അവരുടെ കൂടെ. അപ്പം ഇന്ന് നടക്കുന്ന ഈ വൃത്തികേടുകൾക്കെതിരായി എനിക്ക് കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ പ്രതികരിക്കും ഞാൻ, ഒരു സംശയമില്ല. ചില ദിവസം ആഴ്ചയിൽ ഇങ്ങനെ ഒഴിവിടുകയാണ്, അതിൽ കിട്ടിയാന്ന്
ആ എല്ലാം വേണ്ടേ? കാരണം എന്താണ് മതമെന്നോ, എങ്ങനെ മതം ഉണ്ടായി എന്നോ, മുസ്ലിം മതത്തെ ആര് സ്വീകരിച്ചു എന്നോ, ക്രിസ്ത്യൻ മതത്തെ ആര് സ്വീകരിച്ചു എന്നോ ഇന്ന് ചരിത്ര പുസ്തകത്തിലുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനാറും 12 പേരും കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പ് ഇറങ്ങി. അതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അന്ന് കൊടുങ്ങല്ലൂർ തലസ്ഥാനമായ തിരുവഞ്ചിക്കുളത്ത് ആയിരുന്നു ചേരമാൻ പെരുമാളുടെ കൊട്ടാരം. അവിടുന്ന് അദ്ദേഹം ചെന്നു, അദ്ദേഹത്തെ സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. ഒക്കെ ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അങ്ങനെ ഹിന്ദു മതം ആദ്യമായി മുസ്ലിം മതത്തെ സ്വീകരിച്ചു. നോർത്ത് ഇന്ത്യയിലും ഇതുതന്നെയാണ്. ആ മുഗൾ രാജവംശം വരുന്നതിന് മുമ്പ് അവിടെ രജപുത്രന്മാരായിരുന്നു. ചരിത്രം പഠിക്കണം, സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ കേരളത്തിൽ ആദ്യമായി മുസ്ലിം മതം സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന ഈ തീരദേശമുണ്ടല്ലോ, അവിടെയുള്ള നമ്പൂതിരിമാരും പട്ടന്മാരും ബ്രാഹ്മണന്മാരും നായന്മാരൊക്കെ മുസ്ലിം മതം സ്വീകരിച്ചു. എൻ്റെ പൊന്നാനി ചെറിയ മക്ക, അവിടെ അപ്പം നമ്മളിരിക്കുന്നത് മലബാറിൻ്റെ മക്ക. ചെറിയ മക്ക വിളിക്കാൻ ഞാൻ പഴയ തറവാടുകളിലേക്ക്, ചോഴിമാടത്തേക്ക് വിളിക്കാം. മുസ്ലിം കുടുംബമാണ്. മാഷ് അവിടുത്തെ ആരെയും വിളിച്ച ഹരിദാസേട്ടനാ, അതെ, അഷറഫ് ഇവിടെ ഇല്ല, ഇല്ലത്തേക്ക് പോയിരിക്കണം. ഇപ്പോഴും അങ്ങനെ പറയാം. എന്താ അതിൻ്റെ അർത്ഥം? ഇല്ലത്തേക്ക് പോയിരിക്കണം. ഹരിദാസേട്ടൻ വന്നാൽ പറയാം. പഴയ കാലത്ത് പൊന്നായിലെ സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ എന്താ ഒരടുത്ത് ഒരു കൊട. എന്താ കാരണം? കൊട. പഴയ സ്ത്രീകൾ പൊന്നാനിയിൽ ജയം റോട്ടിൽ കൂടെ പോകുമ്പോൾ, ജയം റോട്ടിൻ്റെ ഒരു ഭാഗത്താണ് വലിയ പള്ളി, ജുമായത്ത് പള്ളി. ഞാൻ പോകുമ്പോൾ അവിടെയൊക്കെ. വേറൊന്ന്, കോഴിക്കോട്ടിൽ നിന്നൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടില്ലേ, ചാവക്കാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ പെൺകുട്ടികൾക്ക്. പിന്നെ അവരിവിടുന്ന് പോവില്ല. അവരെവിടെയാ? ഇവിടെ ഒരു മുറി ഉണ്ടാക്കും അവർക്ക്. പഴയ നായർ സിസ്റ്റപ്രകാരം ഭാര്യ വീട്ടിൽ തന്നെ. ഇത് ഞാൻ ചാവക്കാട് പ്രസംഗിച്ചു പൊതുയോഗത്തിൽ. പലർക്കും സംശയം എന്താണ് മൂപ്പര് പറയണതെന്ന്. അവരവിടെ അന്വേഷണം നടത്തി, എന്നെ വിളിച്ചു, ശരിയായിട്ടോ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. നായന്മാർ പഴയ കാലത്ത് കല്യാണം കഴിച്ചാൽ അവിടെ കൂടും, പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പോവില്ല. അപ്പം ഇതൊക്കെ എന്താ? അതുപോലെ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതാരാ? ഹിന്ദുക്കൾ, നമ്പൂതിരിയാർ. എവിടെ? ചാവക്കാടിനടുത്തുള്ള പാലിയൂര്. അപ്പോൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതും ഹിന്ദുക്കളാണ്. എൻ്റെ തലയ്ക്ക് മീതായി നിൽക്കുന്നു വിവേകാനന്ദൻ. എൻ്റെ വിവേകാനന്ദൻ ഇന്ന് ഭരണപക്ഷം പറയുന്ന വിവേകാനന്ദനല്ല, രണ്ടും രണ്ടാ. എൻ്റെ വിവേകാനന്ദൻ മതേതരത്വത്തിൻ്റെ വിവേകാനന്ദൻ. തന്നെ 32-ാമത്തെ വയസ്സിൽ ചിക്കാഗോ എന്ന മഹാനഗരത്തിൽ ഹിന്ദു സന്യാസിയായ വിവേകാനന്ദൻ എഴുന്നേറ്റ് നിൽക്കുന്നു. 10,000-കണക്കിന് അമേരിക്കക്കാർ, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞെട്ടിപ്പോയി ആദ്യത്തിൽ തന്നെ. എൻ്റെ സഹോദരന്മാരെ, അവർക്ക് പരിചയമില്ലാത്ത അഭിസംബോധന, ലോകമത മഹാസമ്മേളനം. എൻ്റെ മതം മറ്റു മതങ്ങളെ സ്വീകരിച്ച മതമാണ്. എൻ്റെ മതം ലോകത്തിൻ്റെ അമ്മയാണ്.
അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രാജദ്രോഹി എന്ന് പറയും. അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ പോരേ. അതുകൊണ്ട് വിവേകാനന്ദനെ മറ്റുള്ളവരൊന്നും കോട്ട് ചെയ്യണ്ട. ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹം പറഞ്ഞ എന്താ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. നാണു എന്ന കൊച്ചു ചെറുപ്പക്കാരൻ സന്യസിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ഹിമാലയ സാനുക്കളിലേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒരു നിമിത്തം എന്ന നിലയിൽ വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഈ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യനായ ഡോക്ടർ പപ്പുവാണ് കേരളത്തിലേക്ക് അയച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ശ്രീനാരായണ ഗുരുസ്വാമി പറയുന്നത്, അങ്ങ് എൻ്റെ നാട്ടിലേക്ക് പോകണം, കേരളത്തിലേക്ക്. കേരളത്തിൽ വന്നു. ഒരു പുസ്തകത്തിൽ കാണുന്നത് ആദ്യമായി നമ്മുടെ ഷൊർണൂരാണ് വന്നത്. വേറൊന്നിൽ ഞാൻ കണ്ടത് കന്യാകുമാരിയിൽ വന്ന് തപസ് ചെയ്ത് നടന്ന് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തിയപ്പോഴാണ്. എങ്ങനെയായാലും ശരി, കേരളത്തിലെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഭ്രാന്താലയമാണ്. ഇതൊക്കെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഓരോരുത്തരും ഓരോ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞു. ഇഷ്ടപ്പെടായിക്കോട്ടെ. എന്തിന്? അർദ്ധനഗ്നനായ ഗാന്ധിജി ആരാണെന്ന് പോലും ഈ തലമുറയ്ക്ക് അറിയില്ല. ഗാന്ധിജി ആർക്കു വേണ്ടി മരിച്ചു വീണു എന്ന് തലമുറയ്ക്ക് അറിയില്ല. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ കുട്ടി കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ഗാന്ധിജി ഡൽഹിയിലില്ല. ഇന്ന് ബംഗാൾ ദേശത്തിന് സിദ്ധിച്ച നവഗാലി എന്ന സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ വർഗീയ കലാപമുണ്ടാകുന്നു. അദ്ദേഹം അവിടെയാണ്. ഹിന്ദുക്കളോടും മുസ്ലിമുകളോടും ശാന്തരാകാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാജ്യം ഞാൻ വാങ്ങിയത്, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. ഇതൊക്കെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഇതിലൊക്കെ വായിക്കണ്ടേ? അത് കഴിഞ്ഞു ഗാന്ധിജി അവിടെ സമാധാനം സ്ഥാപിച്ചതിന് ശേഷം മടങ്ങി ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ കൽക്കത്തയിലെത്തി. കൽക്കത്തയിൽ വർഗീയ കലാപം. ആ സമയത്താണ് നെഹ്റു പറഞ്ഞത്, കിൽ മീ ഫസ്റ്റ്. എന്നെ കൊന്നതിന് ശേഷം മാത്രമേ എൻ്റെ എല്ലാമായ ഗാന്ധിജിയെ നിങ്ങൾക്ക് തൊടാൻ കഴിയൂ എന്ന് വർഗീയവാദികളോട് പറഞ്ഞു. അവിടെ സമാധാനം സ്ഥാപിച്ചു. ഡൽഹിയിലെത്തിയപ്പോൾ കണ്ടതെന്താ? അവിടുത്തെ മുഴുവൻ മുസ്ലിം പള്ളികളും കയ്യേറിയിരിക്കുന്നു. ചരിത്രത്തിലില്ലേ? എന്തിനിതൊക്കെ വിസ്മരിക്കുന്നു? ആ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോരണം കയ്യേറിയ ഹിന്ദുക്കളെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. മുഴുവൻ പറയാൻ നിന്ന് ആ സമയം അനുവദിക്കുകയില്ല. അവസാനം ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചു. നിരാഹാരം തുടങ്ങി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും പള്ളി കയ്യേറിയ മുഴുവൻ ഹിന്ദുക്കളും പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ്, ഗാന്ധിയുടെ വിശ്വസ്തനായ വ്യക്തി, 30 കൊല്ലകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഗാന്ധിയോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പള്ളി വിട്ടുകിട്ടിയിരിക്കുന്നു, അങ്ങ് ഈ നാരങ്ങ വെള്ളം കഴിക്കണം. അന്ന് ആ ദിവസം അന്നത്തെ വർഗീയവാദികളായ ചെറുപ്പക്കാർ തീരുമാനിച്ചു, ഗാന്ധിജിയെ കൊല്ലണം.
ഗാന്ധിജിയെ കൊടുത്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. 1948 ജനുവരി മാസം 30 സായം സന്ധ്യയിൽ ഗാന്ധിജി പ്രാർത്ഥനാ ഹോളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 പുസ്തകമാണ്. ഏതൊക്കെയാ? ഖുറാൻ, ബൈബിൾ, ഗീത. 10 അടി ദൂരത്ത് വർഗീയവാദി നിന്ന് ഗാന്ധിജിയെ നെഞ്ചത്തേക്ക് തോക്കുഴിച്ചു. ഗാന്ധിജി ഇന്ത്യൻ മണ്ണിൽ പിടഞ്ഞ് മരിച്ചത് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിനും ദേശീയ ഭദ്രതയ്ക്കും മതേതരത്വത്തിനുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതെൻ്റെ മനസ്സിലും കയ്യിലുമുള്ള കാലത്തോളം ഒരാൾക്കും എന്നോട് ഒന്നും ചോദിക്കാൻ അധികാരമില്ല. നമുക്കൊന്നിച്ച് ജീവിക്കണം. ഈ രാജ്യത്തെ പള്ളികൾ തല ഉയർത്തി നിൽക്കണം, അമ്പലങ്ങൾ തല ഉയർത്തി നിൽക്കണം, ചർച്ചുകൾ തല ഉയർത്തി നിൽക്കണം, ഗുരുദ്വാരകൾ തല ഉയർത്തി നിൽക്കണം. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് നിൽക്കണം. ചോദിക്കുന്ന ആൾക്കാർ എന്താ ഹരിദാസ് ഇങ്ങനെ? ഞാൻ 1980 നിലമ്പൂരിൽ നിന്ന് MLA ആയി. ഇന്ന് PSCക്ക് ചോദ്യമുണ്ട്, ഏറ്റവും കുറച്ച് ദിവസം MLA ആയതാര്? സി ഹരിദാസ് പൊന്നാനി. 13 ദിവസമായിരുന്നു. 10 ദിവസം. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ചു. പ്രിയപ്പെട്ട ആര്യാടനെ മത്സരിക്കാൻ ഒരു വേദനയുമില്ല. പ്രാവശ്യം വോട്ടിന് വരുന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു, TV-ക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ടൊന്നും. കാരണം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അന്ന് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ SF മാത്രമേ ഉള്ളൂ, സ്റ്റുഡൻസ് ഫെഡറേഷൻ. മഹാരാജ എറണാകുളം എന്നെ നല്ല പണ്ഡിതന്മാരാണ് പഠിപ്പിച്ചത്. അവരെ ഓർമ്മിക്കുന്നു ഞാൻ. ഒന്ന്, സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ എന്നെ പഠിപ്പിച്ച് സുകുമാർ അഴീക്കോടാണ്. മരിക്കുന്നവരെയും ആ ബന്ധമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരും. പിന്നെ പഠിപ്പിച്ച് മഹാരാജാസ് കോളേജിൽ മിനിഞ്ഞാൻ നമ്മളെ വിട്ടുപോയ സാനു മാസ്റ്റർ, കെ സാനു. ഇപ്പോൾ ഒരു 5-6 മാസം മുമ്പ് ലീലാകൃഷ്ണൻ പറഞ്ഞു, ഹരിദാസ് ഏട്ടനെ കാണണമെന്ന് സാനു മാഷക്ക് ആഗ്രഹമുണ്ട്. ഞാനും എൻ്റെ വൈഫും ഒക്കെ ആയിട്ട് പോയി കണ്ടു കാരക്കാമൊഴിയിൽ. സന്തോഷമായി മാഷക്ക്. അപ്പോൾ നല്ല അധ്യാപകന്മാരുടെ കീഴിലാണ് ഞാൻ പഠിച്ചത്. അതായിരിക്കാം എൻ്റെ സ്വഭാവം. മദ്യപിക്കരുത് എന്ന് പറയുന്നത്, കൈക്കൂലി വാങ്ങരുത് എന്ന് പറയുന്നത്, എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറയുന്നത്, നമുക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും. അങ്ങനെ 1957 ഒരണ സമരം. നമ്പൂരും മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെതിരായി മാത്രമേ ഗതാഗതത്തിന്, കുട്ടികൾക്ക് ഗതാഗത സൗകര്യത്തിന് വേണ്ടി വാങ്ങാൻ പാടുള്ളൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ സമരം. അന്ന് ഞാൻ സെൻറ്റ് ജോസഫ് കോളേജ് പഠിക്കുകയാണ്. അതിൽപ്പെട്ടു. കൂടെ മരിച്ചുപോയ ഷൺമുഖദാസ്, മരിച്ചുപോയ NP മൊയ്തീൻ, അബൂഖാൻ്റെ മകൻ, അങ്ങനെയുള്ള സെറ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ ഗുരുവായൂരപ്പനിൽ വന്നു. അവിടെ എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ച MGS നാരായൺ, പൊന്നാനിക്കാരനാണ്, വീട് അവിടെ ഈ മൈതാനത്തിൻ്റെ അപ്പുറത്തെ തറവാട്. MGS നാരായൺ നല്ല ആൾക്കാർ. അന്നും ഞാൻ എൻ്റെ ഈ കലയോടുള്ള ആ ബന്ധം മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചത് അവിടുന്ന് പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായപ്പോൾ അമ്മോട് പറഞ്ഞു, എനിക്ക് മഹാരാജാസ് കോളേജിൽ പഠിക്കണം. എറണാകുളത്തേക്ക് പോകാൻ ഒരു യാത്രാ സൗകര്യമില്ല. പൊന്നായിന്ന് ഒരു പ്രൈവറ്റ് ബസ്സുണ്ട്. ആ പ്രൈവറ്റ് ബസ്സിൽ കയറി തൃശ്ശൂരിലെത്തണം. തൃശ്ശൂരിൽ നിന്നാണ് കരിവണ്ടിയാണ്. ആ കരിവണ്ടി കയറിയിട്ട് എറണാകുളത്തെത്തണം. അങ്ങനെ അവിടെ ചെന്ന് കോളേജിൽ ചേർന്നപ്പോൾ 2 പേരെ കണ്ടുമുട്ടി എൻ്റെ ക്ലാസ്സിൽ തന്നെ. അതാണ് ഒന്ന് വയലാർ രവി, ഒന്ന് AK ആൻ്റണി. അവിടെ വെച്ച് KSUവിന് ഫുൾ സ്ട്രെങ്ത്തോടുകൂടി രൂപം കൊടുക്കുകയാണ്.
അതാണ് ഈ ഫോട്ടോ. ഇതാ വയലാർ അങ്ങയുടെ റൂമിൽ വെച്ചാണ് ഇതിന്റെ ചർച്ചകൾ നടന്നത്. ഒക്കെ എന്ന് പറഞ്ഞാൽ KSU ഉണ്ടാകുന്നതിന് മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഹരിദാസേട്ടനുണ്ട്. ഈ സമരത്തിലേക്ക് ഇറങ്ങി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണോ, വേറെ എന്തെങ്കിലും പ്രചോദനം? ഈ കൂട്ടുകെട്ട്, ഈ ബന്ധങ്ങൾ. ഇപ്പോൾ ഇങ്ങനത്തെ ഈ പ്രസംഗം കേട്ട് 1960 മാരായസ് കോളേജിൽ ഒന്നിച്ച് പഠിച്ച ഒരു ജോസ് മാത്യു ആയിട്ടൊരാൾ അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു. 60-ന് ശേഷം ഇപ്പം എത്ര വർഷമായി, ഹരിയെ എൻ്റെ പ്രസംഗം കേട്ടു ഇവിടെ യൂട്യൂബിൽ, സന്തോഷം തോന്നി. നീയും വേറെ എൻ്റെ കൂട്ടുകാരൻ രാമകൃഷ്ണനുമായിട്ട് കൊമ്പമേശ തിരിച്ച് അവിടെ നടക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുകയാണ്. എൻ്റെ സീനിയറായിരുന്നു ആര്, നമ്മുടെ മനോരമയുടെ ഷേണായിയുടെ ഭാര്യ. പിന്നെ മറ്റാൾ പത്രത്തിൻ്റെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, എം എൻ റോയ് എൻ്റെ സീനിയറാ. മാരായസ് കോളേജ് വലിയ, ഞാൻ പോകുന്നതിൻ്റെ ശേഷമാണ് ആര് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി, പാവം സൂക്കട് വേഗം മാറട്ടെ, വളരെ അടുപ്പാണ്. പിന്നെ അങ്ങനെ അതിൽ അങ്ങനെ അത് വളർന്നു. അവിടുന്ന് KSUവിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ്. എവിടേക്ക്? നാട്ടിലേക്ക്. റോഡില്ല, പാലില്ല, കുടിവെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അന്ന് എൻ്റെ ഗ്രാമത്തിൽ തവനൂർ, അന്ന് തവനൂർ പഞ്ചായത്തായിരുന്നു, ആ തവനൂർ പഞ്ചായത്തിൽപ്പെട്ട പോത്തനൂർ ഒന്നുമില്ല. നടന്നു പോകണം പാടത്തിൽ കൂടെ. രാത്രി 7 മണിയായി നടക്കുമ്പോൾ ഒന്നുകിൽ ചൂട്ടോ ടോർച്ചോ വേണം, കൂടെ ആൾ വേണം, ഇല്ലെങ്കിൽ പുറുക്കം കടിക്കും. അങ്ങനത്തെ ഒരു കുഗ്രാമം. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലാണ്, പെരിന്തൽമണ്ണയും പൊന്നാനിയും ഒക്കെ പാലക്കാട് ജില്ലയുടെ ഭാഗം. അവിടെ വെച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനമാകുന്നു. അന്ന് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് KA ചന്ദ്രൻ, അയാൾ പിന്നീട് MLA ആയി. VC കബീർ, അദ്ദേഹം MLAയും മന്ത്രിയുമായി. ഞാൻ എൻ്റെ കൂടെ ആലത്തൂർ അവരുണ്ടായിരുന്നു ഒരു യോഗത്തിന്. അങ്ങനെ അവിടെ വെച്ച് UK ബാസി, മരിച്ചുപോയ UK ബാസി, അന്ന് തവനൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്കൂളിൽ പഠിക്കുകയാണ്. അങ്ങനെ UK ബാസി ഞങ്ങൾ ഒന്നിച്ചുള്ള കാലഘട്ടത്തിൽ പാലക്കാട് വെച്ച് യൂത്ത് കോൺഗ്രസ് തുടങ്ങുകയാണ്. ആ യൂത്ത് കോൺഗ്രസിൻ്റെ 1964 അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിൽ ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ ഈ 82-ാമത്തെ വയസ്സിൽ എന്താ അറിയാവോ, അമ്പരചുംബികളായ ഹോട്ടലുകളിൽ താമസിക്കരുത്, കൈക്കൂലി വാങ്ങരുത്, ഒരു മതസംഘടനകളിലും അംഗത്വം എടുക്കാൻ പാടില്ല, ഒരു ജാതി സംഘടനകളിലും അംഗത്വെടുക്കാൻ പാടില്ല. അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയം. കള്ള് കുടിക്കരുത്. ജില്ലാ കമ്മിറ്റി രൂപീകരണമായിരുന്നു. അല്ല, സംസ്ഥാന കമ്മിറ്റി അവിടെ വെച്ച് ഞങ്ങൾ നടത്തി. വെറുതെ സ്ഥലം പറ്റുമൊന്നുമല്ല, ഞാൻ അത്ര ഇപ്പോൾ പറയുള്ളൂ. അങ്ങനെ അവിടെ വെച്ച് പിന്നെന്താ, പിന്നെടുത്ത പ്രമേയങ്ങൾ, ബാങ്ക് ദേശസാൽക്കരിക്കണം, മാലികാൻ നൃത്തം ചെയ്യണം, കുട്ടനാടൻ പാടശേഖരങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റെടുക്കണം, കുട്ടനാടൻ പാടശേഖരങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി വീതിക്കണം, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരണം, ചുമട്ട് തൊഴിലാളി നിയമം കൊണ്ടുവരണം. ഭൂപരിഷ്കരണം എന്ന ഇടതുപക്ഷം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അവർ തുടങ്ങി വെച്ചു, പക്ഷെ അതൊന്നും അവർക്ക് സക്സസ് ആവാൻ, അവർ കുറച്ചൊക്കെ അല്ലേ ഭരിക്കുമ്പോൾ ആളുമ്പോൾ അവർ വീഴും. ഒരു നെഹ്റുവിയൻ സോഷ്യലിസം ഇപ്പോഴും ഞാൻ അതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആ കുടുംബത്തോടുള്ള ബന്ധം. ചോദിക്കുന്നു ആൾക്കാർ, എന്താ ഹരിദാസേട്ടാ നിങ്ങൾക്ക് ആ കുടുംബത്തെ? പാണക്കാട് തങ്ങളുടെ പേരുള്ള സ്കൂളിലാണ് അദ്ദേഹം വന്നത്, പെരിന്തൽമണ്ണയ്ക്ക് അപ്പുറത്ത്. അവിടെയാണ് താമസിച്ചത്. ഞാനും എൻ്റെ വൈഫും അവിടെ പോയിരുന്നു. അതിലുണ്ട് ഫോട്ടോ, കണ്ടു ഞങ്ങൾ തമ്മിൽ. അതൊക്കെ അദ്ദേഹം ഇട്ട മാല എനിക്ക്. അതാ
ഒക്കെ മറ്റതാണ്. എന്ത് വിലപ്പിടിപ്പുള്ള ആ ആ ഇടുക്കിയിലെ ആ ഒന്നതാ അവിടെ. ആ ദേശീയ രാഷ്ട്രീയത്തിൽ അടുപ്പമുള്ള രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു? ഏറ്റവും നല്ല അനുഭവം എന്തായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ? അന്ന് വയലാർ രവിയും ഉണ്ണികൃഷ്ണൻ്റെ ഒക്കെ ചെറുപ്പ കാലഘട്ട ആ പറയട്ടെ തുറന്നിട്ട്. ഇപ്പം നമ്മൾ നാഷണൽ ഹൈവേ കൂടെ അങ്ങനെ പോകുന്നുണ്ടല്ലോ, അതെ 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 കുറ്റിപ്പുറത്തു നിന്നല്ലേ. അതെ. അപ്പം എൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് റോഡും ഇല്ല, ഒന്നുമില്ല. ഇവർ വരുമ്പോൾ ഇവർ പാടത്തു കൂടെ വരിക, എന്നാൽ വീഴും. അങ്ങനെ 1969-70 ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്ത് നാഷണൽ ഹൈവേ പ്രഖ്യാപിച്ചു. ഇന്ത്യ രാജ്യത്ത് ദേശീയ പാതകൾ വരണം, NH-44 NH എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചു, ഉണ്ണികൃഷ്ണൻ രവിയും. ചന്ദ്രൻ എന്നാ വിളിക്കുക, അമ്മ വിളിക്കുന്ന പേര് ചന്ദ്ര. കുറ്റിപ്പുറത്തുനിന്ന് എടപ്പാൾ വഴി പോകാനുള്ളത്, കുറ്റിപ്പുറത്തുനിന്ന് നീ നിൻ്റെ നാടായ തവനൂർ, നെരുപ്പറമ്പ്, നെയ്തല്ലൂർ വഴിക്കാണ്ട് തിരിച്ചു വിട്ടോ. എത്ര ആൾക്കറിയാത്? പിന്നെ സൂപ്രണ്ടിങ് ഇങ്ങനെ നമ്മുടെ പട്ടിലുണ്ട്, അയാളെ ഞാൻ പറഞ്ഞേക്കാം കുറ്റിപ്പുറത്തേക്ക് പോയി കണ്ടോ, പോയി കണ്ട് ആ റൂട്ട് ഇങ്ങോട്ട് മാറ്റിക്കോ പറഞ്ഞു. അങ്ങനെ നെരിപ്പറമ്പ് കൂടെ അങ്ങോട്ട് ഒറ്റ പൂച്ചൽ, നെയ്തല്ലൂർ കൂടെ ഒറ്റ പൂച്ചൽ ഇവിടെ വന്ന് കയറി. എത്ര ആൾക്കറിയാം? അല്ലെങ്കിൽ ഇത് കൂടെ വരില്ല, അത് കൂടെ പോകും. ആ എത്ര കൊല്ലമായി ഇപ്പോൾ? 70, 80, 90, 2000. 50-ലധികം വർഷമായി. ഇപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല. പോട്ടെ. അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഗ്രാമീണ ബാങ്കുകൾ മലപ്പുറം ജില്ലയും കണ്ണൂർ ജില്ലയുമാണ് 2 ഗ്രാമീണ ബാങ്കുകൾ. ആരുണ്ടാക്കിയത്? ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയത്. ഈ കാണുന്നതൊക്കെ അവരുടെ ഇന്ദിരാഗാന്ധിയും നെഹ്റു ഉണ്ടാക്കിയതാ. വിരിച്ചതിൻ്റെ മുകളിൽ കിടന്നിട്ട് എന്തും പറയാം. ഇപ്പോൾ നമ്മൾ രണ്ടാളും ഇരിക്കുന്ന കസാലകളുണ്ടാ, ഇല്ലെങ്കിലോ ഇരിക്കാൻ കഴിയുമോ? ഈ കുട്ടികളെ എവിടെയെങ്കിലും പോയിട്ട് എടുത്തുകൊണ്ടിരേണ്ടി വരും കസാല. ഒക്കെ അവരുണ്ടാക്കിയതാ. ഈ തലമുറ പഠിക്കണം എൻ്റെ ഇതിൽ. കാരണം നെഹ്റുവായിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് രാവിലെ നെഹ്റുവിൻ്റെ കാണുന്ന ദിവസം രാവിലെ ഫുട്ബോൾ കളിച്ചിട്ട് വീണ് ബ്രബായി. അപ്പോൾ വയലാർ രവി പറഞ്ഞു, ഇജ്ജ് വരണ്ട, ഞങ്ങൾ പോവാന്ന്. ഞാൻ കയ്യിലൂടെ തൂട്ടിട്ട് ഞാൻ വേണ്ട, ശരി. അതുകൊണ്ട് നെഹ്റുവുമായി എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. ശരി. അപ്പോൾ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ബക്കാനങ്കൽ അണക്കെട്ട് കേട്ടിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് ഭൂമിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന. പോയി ഞാൻ അവിടെ MP ആവുമ്പോൾ നെഹ്റുവിൻ്റെ പ്രതിമ കെട്ടിപ്പിടിച്ച് ഓട്ടോഗ്രാഫറുകൊണ്ട് ഫോട്ടോ എടുക്കുക. എന്താ എഴുതിയിരിക്കണമെന്നറിയാവോ? ഈ തലമുറ മനസ്സിലാക്കണം, ചൂണ്ടിക്കാണിക്കുക. അല്ലാണ്ട് പടച്ചോനെയും ദൈവം വർഗീയതയും അല്ല അവിടെ പ്രസംഗിച്ചത്, ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ വെള്ളമൊഴുകി ഇന്ത്യയിലെ പാടശേഖരങ്ങളും ഗോതമ്പ് നിലങ്ങളും സമ്പന്നമാകണം. ഇന്ത്യ രാജ്യത്തെ പട്ടിണി മാറണം. ഈ വെള്ളം കൊണ്ട് അണക്കെട്ടുകൾ ഉണ്ടാവണം, പമ്പ് ഹൗസുകൾ ഉണ്ടാകണം. ഇന്ത്യ രാജ്യത്തിലെ ചെറുപ്പക്കാർ പഠിച്ച് നന്നാവണം. അവർ ഡോക്ടർമാരാവണം, അവർ എഞ്ചിനീയർമാരാവണം, അവർ സയൻറ്റിസ്റ്റുകളാവണം. അതൊക്കെയാണ് പറയേണ്ടത് ജനങ്ങളുടെ മുമ്പിൽ. അതിനാണ് വേറൊന്നുമല്ല. വികസന രാഷ്ട്രീയത്തിൽ നിന്ന് പോയി ഒരുപാട് പോയി. ഇപ്പൊ ഏറ്റവും അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഞാനതിലേക്കൊന്നും കടക്കണേ ഇല്ല. അങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം അതിനൊന്നും അർത്ഥമില്ല. ഞാൻ പറഞ്ഞില്ലേ, ശ്രീനാരായണ ഗുരുസ്വാമി അവൻ്റെ തത്വം, ഇവരുടെ തത്വം കൂടി എന്താ ബന്ധം? ആലുവായിലാണ് അദ്വൈതാശ്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നത്തെ SNDPക്കാർക്ക് അറിയില്ല. ആ തേവരുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ കിടക്കുന്ന ഭൂമി 1978-ലോ 76-ലായിട്ട് ഞാൻ വാങ്ങിക്കൊടുത്താ. അരിക്ക് കിടക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. ശരിയല്ല എന്നോ. കാരണം ഞാൻ നായരാണ്, എനിക്ക് NSS മെമ്പർഷിപ്പില്ല. അവർക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഭയനൊന്നുമില്ല.
എനിക്ക് കോൺഗ്രസ്, അതാണ് എൻ്റെ മെമ്പർഷിപ്പ്. ഗാന്ധിസം. കേളപ്പം മരിച്ചു. ഇതുവരെയും ഞാൻ കൊല്ലത്തിൽ ഫെബ്രുവരി 8, 9, 10, 11, 12 തീയതികളിൽ ഞാൻ ഇത് നടത്തുന്നുണ്ട്. സർവോദയമേള കേളപ്പൻ്റെ. കേളപ്പൻ കിടന്നിരുന്ന വീട് നമ്മുടെ കയ്യിലാണ്, വിറ്റിട്ടില്ല. വേറെ വല്ല ഒരാഴ്ച വിറ്റ്. ഇപ്പോൾ സമൂഹത്തിൽ വന്ന എന്താണാവോ, അഴിമതിയുള്ളവൻ നല്ലവനും അഴിമതിയില്ലാത്തവൻ പൊട്ടനും. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും അത്ര മനസ്സിലാക്കിയാൽ മതി. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും. ഇതര പാർട്ടിയിലെ എൻ്റെ സ്നേഹിതന്മാരോട് ഞാൻ പറയും, ഇന്നലെയും പറഞ്ഞു, നിങ്ങൾ നന്നാവണം, വർഗീയവാദികളാവരുത്. വർഗീയമല്ല ഈ രാജ്യത്ത് ആവശ്യം. എന്തപ്പം നടക്കണത്? അങ്ങനെ ഗ്രാമീണ ബാങ്കുകൾ വന്നു. ഒന്ന് മലപ്പുറം ഹെഡ് ഓഫീസായിട്ട് സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്ക്. അത് തുടങ്ങിയത് മുതൽ ഞാൻ അതിൻ്റെ യൂണിയൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഇപ്പം ഇല്ല. അങ്ങനെ എത്ര ഞാൻ MP ആവുമ്പോൾ ഈ മലപ്പുറത്ത് എത്ര സ്ഥലങ്ങളിൽ ഞാൻ ഗ്രാമങ്ങളിൽ ഗ്രാമീണ ബാങ്ക് കൊടുന്നു എന്നറിയാമോ? പുറത്തൂർ അന്നത്തെ അല്ലേ, പൊന്നാനി, എഴുപത്തിരുത്തി, പെരുമ്പടപ്പ്, ഇനി വരാത്ത സ്ഥലത നിലമ്പൂർ, പല സ്ഥലത്തും, നിങ്ങളുടെ വണ്ടൂർ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും. പിന്നെ വന്ന് നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്ക്, അതിൻ്റെ ഹെഡ് ഓഫീസ് കണ്ണൂർ. ഇപ്പോൾ ഒന്നിച്ചുമല്ല. ആര് കൊണ്ടുവന്ന? ഇന്ദിരാഗാന്ധി. ഈ രാജ്യത്തിലെ മുഴുവൻ പെട്രോൾ പമ്പുകളും ദേശസാൽക്കരിച്ചു. ആര്? നെഹ്റു. ഈ രാജ്യത്തെ മുഴുവൻ ഇൻഷുറൻസ് കമ്പനികളും ദേശസാൽക്കരിച്ചു. ആര്? നെഹ്റുവും IITകൾ അല്ലെ, നെഹ്റുവും നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയും, ഇന്ദിരാഗാന്ധി, ഫിറോസ് ഗാന്ധി, പിന്നെ നെഹ്റു, 2 കൊച്ചുകുട്ടികൾ ഇന്ദിരാഗാന്ധിയുടെ. അപ്പോഴാണ് ഫിറോസ് ഗാന്ധി രാവിലെ പറയുന്നത് ചായ കുടിക്കുമ്പോൾ, ഇന്ന് ഞാൻ പാർലമെൻറ്റിൽ നിങ്ങൾക്കെതിരായി പ്രമേയം കൊണ്ടുവരും. എന്താ പ്രമേയം? വ്യക്തിപരമായതല്ല. കൽക്കത്തയിൽ ഹരിദാസ് മുണ്ട്ര എന്ന് പറയുന്ന ആൾ ഇൻഷുറൻസ് കമ്പനികളുടെ പേരിൽ തട്ടിപ്പ് നടത്തി. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ ദേശസാൽക്കരിക്കണം. മുഴുവൻ ഇൻഷുറൻസ് കമ്പനികളും അന്ന് പാർലമെൻറ്റിൽ വെച്ച് നെഹ്റു ദേശസാൽക്കരിച്ചു. ഇപ്പോൾ ഇവിടെ ഇൻഷുറൻസ് സ്വകാര്യ വ്യക്തികൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എതിർക്കണ്ടേ? ഞങ്ങളുടെ ആഗ്രഹമായ ബാങ്കുകൾ ദേശസാൽക്കരിക്കണം. ഇന്ത്യയിലെ 12 ബാങ്കുകൾ ആര് ദേശസാൽക്കരിച്ചു? ഇന്ദിരാഗാന്ധി. ബാങ്കുകളുടെ സ്ഥിതി എന്താ? ഇപ്പോൾ അവർ ജീവനക്കാർ സമരം നടത്തല്ലേ? എന്താ? മുഴുവൻ ഷെയറുകളും സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. പിന്നെ എതിർക്കണ്ടേ? ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ ഗോതമ്പും അരിയും എത്തിക്കണം. അതുകൊണ്ട് ഇന്ത്യയിൽ ഫുഡ് കോർപ്പറേഷൻ തുടങ്ങണം. ഫുഡ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഗോഡൗൺ തുടങ്ങണം. ഇപ്പം എന്തായി ഇപ്പോൾ കോർപ്പറേഷൻ്റെ കാര്യം? മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലുള്ള ഗോഡൗൺ മുഴുവൻ പൂട്ടിക്കിടക്കുന്നു. എത്ര സ്ഥലങ്ങളിൽ അരി വരുന്നുണ്ട്? എത്ര സ്ഥലങ്ങളിൽ ഗോതമ്പ് വരുന്നുണ്ട്? തൊഴിലാളികൾക്ക് പണിയുണ്ടോ? വിമർശിക്കുകയല്ല. ഈ രാജ്യം സാമ്പത്തികമായ തകർച്ചയിലേക്ക് ഇന്നോ നാളെ പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പത്രമെടുത്താൽ അവർ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 2500 കോടി രൂപയുടെ വികസന പദ്ധതി. രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ റേഡിയോ ഓൺ ചെയ്യണം, ഒരു 9 മണി വരെ വികസന പദ്ധതി കേൾക്കാം. ഇതിനൊക്കെ ഒരു കരുതൽ വേണ്ടേ? ഇൻഷുറൻസ് കമ്പനികൾ പോയി കണ്ടമാനം പെട്രോൾ പമ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു.
വർഗീയതയുടെ മറ പിടിച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഒക്കെ വർഗീയതയുടെ ഞാൻ പറയണ്ട ചിട്ടാ, എനിക്കിഷ്ടമല്ല അത് കേൾക്കണതും പറയണത്. പക്ഷെ അങ്ങുമായി ബന്ധമുള്ള, അങ്ങ് നിരന്തരം പറയാറുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്ന ശ്രമങ്ങൾക്കിടയിൽ ഇവിടുത്തെ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിലേക്കാ കിടക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാന്ന് പറയുക, മലബാറിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഓർമ്മിപ്പിച്ചത് നന്നായി. മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ തൻ്റെ 15ാമത്തെ വയസ്സിൽ കൊച്ചി രാജ്യമുണ്ടപ്പോൾ സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ പാവം അമ്മച്ചൻ മരിച്ചുപോയി. 15ാമത്തെ വയസ്സിൽ തൃപ്പൂണിത്തറ സ്കൂളിൽ, അദ്ദേഹത്തിൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. തൃപ്പൂണിത്തറ സ്കൂളിൽ ചെറുപ്പക്കാരനായ പയ്യൻ എഴുന്നേറ്റ് നിന്നു ക്ലാസ്സിൽ. മാഷോട് പറഞ്ഞു, മാഷി, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്റ്റൈപ്പൻഡ് അനുവദിക്കണം. ഫസ്റ്റായില്ലേ ബ്രിട്ടീഷുകാരും കൊച്ചിരാജു. സ്കൂള് ഞെട്ടി. എന്താണ് ഈ പയ്യനെ നാളെ ഉണ്ടാവുക? രാജാവ് പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ കാണണം. തൃപ്പൂണിത്തറ കോവിലത്തിലേക്ക് കൊണ്ടുപോയി മുമ്പിൽ നിർത്തി. രാജാവ് കുട്ടിയെ നോക്കി. രാജാവ് പറഞ്ഞത് എന്താണോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ? ആത്മകഥം, തിളങ്ങുന്ന കണ്ണുകൾ, സുന്ദരമായ മുഖം, കണ്ണുകളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനറിയും. ചുറുചുറുക്കുള്ള ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരൻ കുട്ടി എൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉടൻ തന്നെ അനുവദിച്ചു. അങ്ങനെയാണ് ഈ സ്റ്റൈപ്പൻഡ് വരുന്നത്. എത്ര ആൾക്കറിയാം? എന്നെപ്പോലെ അച്ഛന് ബാപ്പയില്ലാതെ വളർത്തിയ ഉമ്മ തൻ്റെ മകൻ പഠിച്ച് നന്നാവണമെന്നും ആഗ്രഹത്തോടു കൂടി മദ്രാസിൽ കൊണ്ടുപോയി. മകൻ പഠിക്കുകയല്ല ഉണ്ടായത്, ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം സമരരംഗത്തേക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയായി. അന്നുള്ള ബന്ധാണ് ഉമ്മർ ഗോയയായിട്ട് പഠിച്ചോളെ. അങ്ങനെ മലബാറിലേക്ക് വരികയാണ്, കോഴിക്കോട്ടേക്ക്. 1921-22 മാതൃഭൂമി പത്രം തുടങ്ങിയപ്പോൾ ശക്തി പോരാ എന്നതിൻ്റെ പേരിൽ സ്വത്ത് വിറ്റ് അല്ലമീൻ. ഇപ്പോൾ ഞങ്ങളതിൻ്റെ ചില പ്രാരംഭ പ്രവർത്തനങ്ങളിലാണ് അല്ലമീൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പൊന്നാനിയിൽ വന്നു. പൊന്നാനിയിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു പൊന്നാനിയിലെ പഴയ മുസ്ലിം തറവാട്ടിലുള്ള നൂർദീൻ സാഹിബ്. ആ നൂർദീൻ സാഹിബിനെ കാണാൻ വന്നപ്പോൾ ഇമ്പി ചാവയുടെ പ്രസംഗം കേട്ടു. ചെറുപ്പൻ പയ്യൻ. ആ പ്രസംഗം കഴിയുന്നവരെ നിന്നു എന്നാണ് പറഞ്ഞത്. പ്രസംഗം കഴിഞ്ഞപ്പോൾ ചെക്കൻ്റെ അടുത്ത് ചെന്നു. നീ എവിടെയാ? എവിടെ? പാവപ്പെട്ട കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളിയുടെ മകൻ. വീട്ടിൽ ചെന്നു, ബാപ്പയെ കണ്ടു, ഞാനിവനെ കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ ഇമ്പിച്ചോ പറഞ്ഞാൽ വേറെ ആരുമല്ല. അങ്ങനെ കോഴിക്കോട്ട് കൊണ്ടുപോയി അല്ലമീൻ താമസിപ്പിച്ച് പഠിപ്പിച്ചു. രണ്ടുപേരും ഒന്നിച്ച് ജയിലിൽ പോയി. 1936 കൂടെ ജയിലിൽ പോയി. 1936-37 അബ്ദുറഹ്മാൻ സാഹിബും ബിച്ചുവാവയും വേറെ ചില നേതാക്കന്മാർ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് ആ പേര്. അങ്ങനെ നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമം. കോഴിക്കോട് സബ് ജയിലിൽ ചെന്ന് കണ്ടു. സാഹിബ് എൻ്റെ കൂടെ വരണം. ഒക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുണ്ട്. കുറേ നേരം നിശബ്ദനായിരുന്നു. ഞാൻ വരില്ല, ഞാൻ കോൺഗ്രസ് വിട്ടു വരില്ല,
ഇമ്പിച്ചാവ പറഞ്ഞു ഞാൻ വരാം. ശപിച്ചില്ല, സാഹിബ് ശപിച്ചില്ല. പക്ഷേ 3 പ്രാവശ്യം ചോദിച്ചു എന്നാണ് ഇമ്പിച്ചാവ പറയുന്നത്. നീ പോവുകയാണോ? നീ എന്നെ വിട്ടു പോവുകയാണോ? നീ എന്നെ വിട്ടു പോവുകയാണോ? പോന്നു, മൂപ്പര് പോന്നു. ഇതൊക്കെ കഥകളാണ്. അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ ആശയങ്ങളും തത്വങ്ങളും ഈ തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മനസ്സിലാക്കുകയാണ്. ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരിപ്പോൾ തന്നെ എൻ്റെ സ്വന്തം പേരിൽ 11 സെൻറ്റ് സ്ഥലം ഇന്നത്തെ മലപ്പുറത്ത്, നിങ്ങളൊക്കെ പോയി കാണണം, മലപ്പുറത്ത് ആസ്പത്രിക്ക് അടുത്തുള്ള ആ റൂട്ടിൽ 3 നിലകളോടുള്ള വലിയ കെട്ടിടം ഞാൻ ഉണ്ടാക്കി. എൻ്റെ ആദ്യത്തെ ദൗത്യം വിജയിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക മന്ദിരം. മാരാടുള്ള സമയത്ത് തന്നെ ഉമ്മൻചാണ്ടി എല്ലാവരും വന്ന് ഉദ്ഘാടനം കഴിച്ചു. 3-ാമത്തെ നില ഇപ്പോൾ ഞാൻ ആര്യാടിൻ്റെ പേരിലിട്ടു, ആര്യാടൻ സ്മാരക ഹാൾ. ഇനി എനിക്ക് അങ്ങോട്ട് കയറാൻ വയ്യ. ഇപ്പോൾ മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ താഴ്ത്തിരിക്കണം, മറ്റേ അതുകൊണ്ട് എനിക്ക് ലിഫ്റ്റ് വേണം. എൻ്റെ ഈ പ്രസംഗമൊക്കെ കേട്ട് ആരെങ്കിലും ഒരു ലിഫ്റ്റ് തരികയാണെങ്കിൽ ആ മീറ്റിംഗ് ഹാൾ നന്നാക്കിയെടുക്കാമായിരുന്നു. അതൊന്ന് അവിടെ കഴിഞ്ഞാൽ ബിൽഡിങ്ങും ഇതൊക്കെ ആയതിൻ്റെ ശേഷം എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചില്ല. പിന്നെ എൻ്റെ ആഗ്രഹം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയർ വേണം. എൻ്റെ ദൗത്യവുമായി ഞാൻ മുന്നോട്ട് പോയി. പട്ടാമ്പി തങ്ങളെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ആ ഭാഗത്തെ MES കാർ എന്നെ സഹായിച്ചു. അവസാനം ഗഫൂർ സാഹിബ് പറഞ്ഞു, അഞ്ചാസേട്ടൻ ഇങ്ങനെ അതിനു വേണ്ടി ഓടി നടക്കുകയാണ്. എല്ലാവരും കൂടി മുഖ്യമന്ത്രി ഉൾപ്പെടെ എന്നെ സഹായിച്ചതിൻ്റെ ഫലമായി 25 ലക്ഷം രൂപ ഞാൻ കിട്ടി. ഇപ്പോൾ എനിക്ക് സ്ഥലം അനുവദിച്ചിരിക്കുന്നു, അറിയണം. ഇപ്പോൾ സ്ഥലം അനുവദിച്ചു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഞാനായിരുന്നു അതിൻ്റെ മീറ്റിംഗ്. ഈ കാലും വെച്ച് പോയി ഞാൻ. പോയി. ആര്യാടൻ മുഹമ്മദിൻ്റെ മകനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നു. കാരണം ഇതൊക്കെ നടത്തണ്ടേ ഇനി. അങ്ങനെ ഇനി ബിൽഡിംഗ് വേണം. അതും എനിക്ക് ശരിയാവും. കാരണം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഉത്തമ ശിഷ്യനായിരുന്ന ഇന്നത്തെ ഞങ്ങളുടെ MP ആയ ജിഫി മേത്തറുടെ, എറണാകുളത്തെ അവളുടെ ബാപ്പയും ഞാനും വയലാരും ആൻ്റണിയും ഒക്കെ ഒന്നിച്ച് എറണാകുളത്ത് വളർന്നവരാണ്. അയാൾ വിവാഹം കഴിച്ചിരിക്കുന്ന TO ബാവ സാഹിബിൻ്റെ മകളെയാണ്. ആ മകളുടെ കുട്ടിയാണ് ഇവള്. ഒരു ദിവസം പോയി, ഞാൻ പോയി എൻ്റെ MP ഫണ്ടിൽ നിന്നും ആ കെട്ടിടം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടും. കിട്ടും. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിലാണ് വരിക. പിന്നെ എൻ്റെ പേരിലൊന്നും വേണ്ട. വന്നു കഴിഞ്ഞു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സെക്കുലർ ചെയർ. ഈ തലമുറയെ പഠിപ്പിക്കാൻ അവിടെ ഗാന്ധിയുടെ ചെയറുണ്ട്, EMSൻ്റെ ചെയറുണ്ട്, CHൻ്റെ ചെയറുണ്ട്, പലവരുടെയും ചെയറുണ്ട്. ഭോഗല സ്വത്തുക്കളും നശിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മരിച്ചു വീണ ആ വലിയ മനുഷ്യൻ്റെ പേരിൽ ഈ തലമുറ മനസ്സിലാക്കണം. അവിടെയാണ് മതേതരത്വം. പ്രസംഗിച്ചാൽ പോരാ, കാണിച്ചു കൊടുക്കണം. എന്താ അഭിപ്രായം? അവിടെയാണ് മതേതരത്വം. കുട്ടിത്തരം പറയും, മലബാർ അങ്ങനെയാണ്, മലപ്പുറം എങ്ങനെയാണ്, മലപ്പുറത്ത് മുഴുവൻ മുസ്ലിമാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റയ്ക്ക് രാത്രി ഇരിക്കുമ്പോൾ അറിയാതെ കണ്ണിൽ വെള്ളം നിറയും. വൈഫ് വന്ന് സമാധാനിപ്പിക്കും, എന്തിനെങ്ങനെ ആലോചിക്കുന്നത്? ഇപ്പം നിങ്ങളിനി പോയാൽ ഇരുന്ന് ആലോചിക്കില്ലേ? എന്താണ് ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം? മുസ്ലിംസൊക്കെ വർഗീയവാദികളാണ്. അപ്പോൾ മറ്റൊരു പറയും ഹിന്ദുക്കളൊക്കെ വർഗീയവാദികളാണ്.
എന്തെങ്ങനെ ഇത് പറഞ്ഞാൽ അങ്ങനെ പേപ്പറുകളിൽ അടിക്കാനും ആൾക്കാർ നശിച്ചു പോകും രാജ്യം, ഈ തലമുറ. പക്ഷെ നശിക്കില്ല, കാരണം ആൾക്കാർ മനസ്സിലാക്കുന്നു. ഇതെപ്പോൾ ഒന്ന് ഫോണ് 14-ാം തീയതി സമയം തരണം, ഏതോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വക ഹരിദാസേട്ടൻ കുട്ടികളോട് സംസാരിക്കണം, എത്ര സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കുന്നത് തീർച്ചയായും മനസ്സിലാക്കുന്നു. പിന്നെ എന്തിനാ പേടിക്കണ്? പിന്നെന്തിനാ? മലബാർ സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ ഈ മൊയ്തു മൗലവി ഇവിടെയായിരുന്നല്ലോ. ഈ മൊയ്തു മൗലവിയുടെ മകൾ ആയിഷക്കുട്ടി എൻ്റെ ക്ലാസ്സിലായിരുന്നു. 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ വലിയ വമ്പന്മാരാ. ഒന്ന് സി രാധാകൃഷ്ണൻ മിഞ്ഞാന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഭാര്യയായിട്ട്. പിന്നൊന്ന് എടശ്ശേരി ഗോവിന്ദൻ നായരുടെ മക്കൾ സതീശൻ ഉൾപ്പെടെ. സതീശ് ഇപ്പോൾ ഇട മരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയായ KV രാമമേനോൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ബാലകൃഷ്ണമേനോനാണ് ആദ്യത്തെ മലബാറിലെ രക്തസാക്ഷി, ജയിലിൽ കിടന്ന് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ രാമമേനോൻ്റെ മക്കൾ എൻ്റെ കൂടെയായിരുന്നു. PC കുട്ടിക്കൃഷ്ണൻ്റെ മരുമക്കൾ എൻ്റെ കൂടെയായിരുന്നു. പ്രശസ്ത നടനായ മോഹൻലാലിൻ്റെ ഭാര്യയുടെ അമ്മ ആനന്ദവല്ലി എൻ്റെ ക്ലാസ്സിലായിരുന്നു. പൊന്നാനിക്കാര. മെട്രോമൻ ശ്രീധരേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യ എടുത്തിയും എൻ്റെ ക്ലാസ്സിലായിരുന്നു. ഇനി ആരുടെ വില പറയുന്നുണ്ട്? പ്രിയപ്പെട്ട, ഞാൻ സ്നേഹിക്കുന്ന ദേശീയ മുസ്ലിമായ മൊയ്തുമൗലവിയുടെ മകൾ ആയിഷക്കുട്ടി എൻ്റെ ക്ലാസ്സിലായിരുന്നു. ആയിഷക്കുട്ടിയാണ് 54-55 പൊന്നാനി താലൂക്കിലെ ആദ്യത്തെ MA കാരത്തി. പിന്നെ അവളെ വിവാഹം കഴിച്ച് ആലുവായിക്ക് പോയി. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം മാറഞ്ചേരി വെച്ച് കണ്ടു. പിന്നെ അവൾ ക്യാൻസർ രോഗത്തിനിടെ അനുഭവപ്പെട്ടു. എന്നെ വിളിച്ചു, മൗലവി സാഹിബ്, അരിയെ നല്ല പൊടിയരി വേണം. പൊടിയരിയായി ഞാനും എൻ്റെ വൈഫും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അനുജൻ ഇബ്രാഹിം സാഹിബ് കല്യാണം കഴിച്ച മാറഞ്ചേരിയിലെ CM മൊയ്തുണ്ണിയുമായി എൻ്റെ ജീപ്പ് കയറി പോകുമ്പോൾ വഴിക്ക് വെച്ച് അറിഞ്ഞു മരിച്ചു. കൊണ്ടെനിക്ക് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ വീട്ടിൽ നിന്ന്, അവരുടെ വീട്ടിൽ നിന്നും ഒരു കല്യാണം ക്ഷണിക്കാൻ ഇവിടെ വന്നു. മൊയ്തു സാഹിബിൻ്റെ മകൻ സുബൈറിൻ്റെ ഭാര്യ, സുബൈർ DCC സെക്രട്ടറി ഒക്കെ ആയിരുന്നു, മിടുക്കനായിരുന്നു, നന്നായി പ്രസംഗിച്ചായിരുന്നു, മരിച്ചു അവൻ. അപ്പോൾ അവരോട് പറഞ്ഞു, കല്യാണത്തിന് ആയിഷക്കുട്ടിയുടെ മക്കൾ വരും, അവരെ എനിക്ക് കാണിച്ചു തരണം. പറഞ്ഞ മാതിരി തൃശ്ശൂരിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. ഞാനും ഭാര്യയും പോയി. ഫോട്ടോ ഉണ്ട്, കുട്ടികൾ വന്നു. അവിടെ ഒരാൾ ഡോക്ടർ, അവരൊരാൾ അഡ്വക്കേറ്റാണ് ആലുവായിൽ. അന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു. അവർ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. നീ മാറഞ്ചേരി വരുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈയൊരാൾ വന്നിരുന്നു. അവൾ അങ്ങനെ ബന്ധം വേണ്ടി, സ്നേഹം വേണ്ടി, ഇതൊക്കെ ജാതി മതം, ജാതി മതമൊക്കെ NSS സുന്നി. ഈ മലബാറിൻ്റെ ഒരു നേട്ടം, ഈ മലപ്പുറത്തിൻ്റെ ഒരു നേട്ടം എന്താ അറിയാവോ എൻ്റെ ദൃഷ്ടിയിൽ? ഈ പാണേക്കാട്ട് കുടുംബത്തിൽ ആരെയൊക്കെ കൊണ്ടില്ല ഒരു വർഗീയം പറയിപ്പിക്കാവോ? ഒരു നമുക്ക് നമ്മൾ പറഞ്ഞു തരാം ഞാൻ. അപ്പോൾ അവർ ബ്രദേഴ്സൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടികളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ഒന്ന് പറയിപ്പിക്കാവോ? പറയില്ല. ഇവിടെ വരാറുണ്ട് എല്ലാവരും, പറയും. അവരങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് ആ മുസ്ലിം കമ്മ്യൂണിറ്റി വേറെ വഴിക്ക് പോയിട്ടില്ല, അത് മനസ്സിലാക്കണം. ഇല്ല, ഛിന്ന ഭിന്നമായി പോവത്. നിർണായക ഘട്ടങ്ങളിൽ ബാബരി തകർത്ത സമയത്തുൾപ്പെടെ എന്താ
ശിവൻ്റെ അമ്പലത്തിൻ്റെ വാതിൽ പൊളിച്ചു. അങ്ങാടിപ്പുറം മിഞ്ഞാന്ന് ഞാൻ പ്രസംഗിച്ചു അവിടെ. അവാർഡുണ്ടായിരുന്നു, അദ്ദേഹം തന്നെയാണ് തന്നത്. ഇപ്പോഴത്തെ തങ്ങൾ കെട്ടി ഇതിലുണ്ട്, കയറിയിട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മുഖത്തൊക്കെ അങ്ങോട്ട് ചുംബിച്ച് പിടിച്ച് കഴുത്തിൽ കൂടെ ഇതൊക്കെ ഇട്ട് അവിടെ ഇരുത്തിന്നെ എല്ലാവരും നോക്കുക. അവിടെ പ്രസംഗിച്ച് ഞാൻ ആ കാണുന്ന ക്ഷേത്രത്തിലെ വാതിൽ ആര് പണിയതാ? ഇവിടുത്തെ തമ്പരാൻ പണിയതാ? ക്ഷേത്രം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? വെറുതെങ്കിലും അണ്ട് പറയുക എന്തെങ്കിലും. കെ കേളപ്പൻ ഇവിടുത്തെ പാലത്തിൽ നിന്നുകൊണ്ട് ഒരു വർഗീയ സമരത്തെ തടഞ്ഞൊരു ചരിത്രം അങ്ങ് പറയാറുണ്ട്. എനിക്കുണ്ട്, അറിയാം. 1921 തെറ്റിദ്ധരിക്കപ്പെട്ട മുസ്ലിമുകൾ ഭയങ്കര മർമറിങ് ക്യാമ്പയിനായിരുന്നു അന്ന്. ഹിന്ദുക്കളും മുസ്ലിമുകളും അതിൻ്റെ ബലമായി ഏറനാട് ഭാഗത്ത്, വണ്ടൂർ ഭാഗത്ത്, നിലമ്പൂർ ഭാഗത്ത്, പൂക്കോട്ടൂർ കോവിലകം എൻ്റെ അച്ഛൻ്റെ കുടുംബവുമായി ബന്ധമുള്ളതാണ്. ഇപ്പോൾ അവിടെ കോവിലുമില്ല, ഒന്നുമില്ല, ആരും ഇല്ലേനു, ഒക്കെ വിറ്റുപോയി എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ആ പൂക്കോട്ടൂർ കോവിലകമാണ് അന്ന് മുസ്ലിംസിന് അഭയം കൊടുത്തത്. അറിയോ? ഒരുപാട് ഹിന്ദു വീടുകൾ അഭയം കൊടുത്തിട്ടുണ്ട്. കോട്ടക്കൽ ആര്യവശാല, അങ്ങനെ അവിടെ ഹിന്ദു മുസ്ലിം ഇതുണ്ടായി. തിരൂരെത്തി. തിരൂരിൽ നിന്ന് അവർക്ക് പൊന്നാനിക്ക് കിടക്കണം, ചമ്പ്രവട്ടം വഴി. അവിടെ നിന്ന് ഇപ്പുറം കേളപ്പൻ ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ എന്നെ കൊന്നതിൻ്റെ ശേഷം എൻ്റെ ശവത്തിൻ്റെ മുകളിൽ ചവിട്ടിയിട്ടേ കിടക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. മടങ്ങിപ്പോയി. ചരിത്രമാണ്. വാരിയംകുന്നൻ ഉൾപ്പെടെ 921 സ്വാതന്ത്ര്യ സമര സേനാനികളെ രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് ഗവൺമെന്റ് മാറ്റുകയാണ് ചെയ്തത്. എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു ഗാന്ധിനെ വെടിവെക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോട്ടോ വെച്ചിട്ട് ആ വെടിവെക്കണമെന്ന്. അതിക്ക് കടക്കാതിരിക്കാന്നല്ലേ. എനിക്കറിയോ, ഇന്ത്യ രാജ്യത്ത് നെഹ്റുവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ആരെ അറിയോ? EFകാരനാ സഖാവെ അറിയോ? സഖാവ് എന്ന് വിളിച്ചത് ആരാന്നറിയോ? ആദ്യമായി 1940 കോമ്രേഡ് എന്ന് വിളിച്ചത് നെഹ്റുവാണ് കോമ്രേഡ്. അപ്പോൾ ആ കോമ്രേഡ് നിങ്ങൾ എടുത്തോളെ. അത് കഴിഞ്ഞ് AKG ഇഷ്ടമായിരുന്നു. AKG പറഞ്ഞത് എന്താണെന്നറിയോ സഖാവിനെ? ദ വോയിസ് ഓഫ് ദ പീപ്പിൾ, ദ വോയിസ് ഓഫ് ദ ലേബേഴ്സ്. നിങ്ങൾ തൊഴിലാളികളുടെ ശബ്ദമാണ്. ഐ വിൽ ഡു എനി ഹെൽപ്പ് ഫ്രം മൈ സൈഡ്. എന്താ ചെയ്തു കൊടുത്തതെന്നറിയോ ഇവിടെ നിങ്ങൾക്ക്? ഈ തലമുറയ്ക്ക് എന്താ അറിയാനല്ലേ? ഇപ്പോൾ ക്ലാസ് വല്ലതും ഉണ്ടാ? ഇപ്പോൾ ഇത് വാങ്ങാൻ മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. കോൺഗ്രസ് അസന്നിഗ്ധ ഘട്ടത്തിൽ ഇന്നും നിൽക്കുകയാണ്. കോൺഗ്രസ് സഹായിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. ഇന്ത്യ രാജ്യത്തെ സഹായിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. നിങ്ങളിത് നമ്മളായിട്ട് ചോദിക്കണമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധി കരഞ്ഞു പറയുന്നു കേട്ടവനാണ് ഞാൻ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ഏത് നിമിഷവും മരിക്കും, എന്നെ കൊല്ലും പറഞ്ഞ പോലെ ആയില്ലേ. 1954 ഒക്ടോബർ മാസം 30 വൈകുന്നേരം അച്ഛൻ അവസാനമായി പ്രസംഗിച്ച സ്റ്റേജ്. ആ സ്റ്റേജിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചു. ഇന്ത്യയുടെ ദേശീയ ഐക്യവും ദേശീയബദ്ധതയും മതേതരത്വവും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒന്നായി മാറണം ഇന്ത്യ എന്ന് പ്രസംഗിച്ചു. 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയെ സിഖ് തീവ്രവാദി വെടിവെച്ച് വന്നു. ആര് സഹായിച്ചു? ആരും സഹായിച്ചില്ല. ഇന്ദിരാഗാന്ധിയുടെ പാർലമെൻറ്റിലും രാജീവ് ഗാന്ധിയുടെ പാർലമെൻറ്റിലും എനിക്ക് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി അവസാനമായി ഒരു ബോംബ് സ്ഫോടനത്തിനിരയായി മരിച്ചു വീണു. ആർക്ക് വേണ്ടിയിട്ട്? അവർക്കാ സഖാക്കൾ നെഹ്റു ചെയ്തു കൊടുത്തു. എന്താ? വയനാട്ടിലെയും കർണാടകത്തിലെയൊക്കെ കാപ്പി കൃഷിക്കാർ പട്ടിണിയായി. നെഹ്റു പറഞ്ഞെന്താ കേജെടുന്നറിയാവോ? യു വിൽ ഫോം എ സൊസൈറ്റി. ആ സൊസൈറ്റിയാണ് ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യയുടെ പാർലമെൻറ്റിലുണ്ട്, ഇന്ത്യയിലെ മുഴുവൻ നിയമസഭകളിലുണ്ട്,
ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പിസം കാരണം ഓരോ സ്ഥലത്ത് അടച്ചു പൂട്ടണമുണ്ട്. പക്ഷേ കണ്ടിട്ടുണ്ടാവും നെഹ്റുവിൻ്റെ ഫോട്ടോൻ്റെ അടുത്ത് AKജിയുടെ ഫോട്ടോ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ കോഫി ഹൗസിൽ ബാംഗ്ലൂരിൽ തുടങ്ങി. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചെറുപ്പക്കാർ നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറാവണം. അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഗ്രാമങ്ങളിലുള്ള ഹിന്ദുക്കൾ കോൺഗ്രസ് എന്നല്ല പോണത്, നിങ്ങളുടേനാ പോണത്. ഈ നിയോജകമണ്ഡലത്തിലെ സ്ഥലങ്ങളുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നോ? ആ കുട്ടി കൈ വന്ന് പിടിച്ച് ഹരിദാസേട്ടാ പോട്ടെ എന്നൊക്കെ പഠിപ്പിക്കുന്നില്ല. ക്ലാസ്സില്ല. പണ്ടത്തെ പോലെ രാഷ്ട്രീയ പാർട്ടികളിൽ ക്ലാസ്സില്ല. ക്ലാസ് വേണം, ചോദ്യം ചോദിക്കാൻ പറയണം. ഇന്ന് സമൂഹത്തിൽ നടമാടുന്നത് അഴിമതി ഇന്ന് സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അഴിമതിയില്ലാത്തവൻ പൊട്ടൻ, വിട്ടി. അഴിമതിയുള്ളവൻ വിട്ടക്കൻ. അവിടെ പോയാൽ എന്തും അല്ലേ? ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറയാൻ പറ്റുമോ? വളരെ വേഗത്തിൽ നേതാവായാൽ മതി, പഠനം ആവശ്യമില്ല എന്നാണ് നേതാവ്. ജനങ്ങളുമായി ബന്ധമില്ലാത്ത എന്ത് നേതാവ്? ജനങ്ങളുമായി ബന്ധം വേണ്ടേ? അവൻ്റെ പ്രശ്നങ്ങൾക്ക് 5 കൊല്ലം പൊന്നാനിമഴ മുനിസിപ്പൽ ചെയർമാനായി ഞാൻ UDFൻ്റെ. എനിക്ക് ഭൂരിപക്ഷമില്ല. 5 കൊല്ലം ഭൂരിപക്ഷമില്ലാതെ ഒരാൾക്ക് ഭരിക്കാൻ കഴിയുമോ? എങ്ങനെ ഭരിച്ചു നിങ്ങൾ ചോദിക്കും. കൗൺസിലിൽ ഞാൻ പറയും, എൻ്റെ മുമ്പിൽ പാവപ്പെട്ടവൻ മാത്രം. അവിടെ ജാതിയില്ല, മതമില്ല. പട്ടിണി കിടക്കുന്നവൻ, വീടില്ലാത്തവൻ. കോടി. അന്ന് ആൻ്റണി ആയിരുന്നു മുഖ്യമന്ത്രി. ഏതായിരുന്നു വർഷം? 2000 മുതൽ 2005 വരെ. അപ്പോൾ അയാൾ പാസ്സായി വന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൈസ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 2 മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഒന്ന് പാലേരിക്ക് പോയി, ഒന്ന് ഞാനായിട്ട് പോന്നു. അങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പ് കിട്ടി. എന്നെക്കൊണ്ട് ഒന്നും ജീവിക്കാൻ അവർ സമ്മതിച്ചില്ല. നല്ലൊരു സ്ഥലം എടുത്തു, അവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കി, അവിടെ കുട്ടികൾക്ക് ജോലി കൊടുത്ത് ഈ ചപ്പും ചവറൊക്കെ ഓരോ ഐറ്റാക്കിയിട്ട് പുതിയ മോഡിഫിക്കേഷനോടുകൂടി അത് വളമാക്കി മാറ്റാനുള്ളൊരു പദ്ധതി എല്ലാ സ്ഥലത്തും എഴുതി വെച്ചു. വേദനയെന്നാണ് ഈ സംസാരം. ഹരിദാസൻ്റെ കാല് വെട്ടുക, ഹരിദാസൻ്റെ തല വെട്ടുക, ഹരിദാസൻ്റെ നിന്നുപോയി പദ്ധതി. പലയിടത്തും അവരുടെ ഭരണം വന്നു. കോൺഗ്രസ്സുകാർ പറഞ്ഞു തിരുമേനി നമ്പൂതിരിയുടെ തല വെട്ടുക, കാല് വെട്ടുക, കൈ വെട്ടുക. നിന്നുപോയി. ആർക്ക് ഗുണം കിട്ടി? ഇപ്പോൾ ആർക്ക് ഗുണം കിട്ടി? ആർക്കും കിട്ടിയില്ല അല്ലേ? സത്യമല്ലേ? ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആലോചിക്കണതാ. പക്ഷേ വീടുകൾക്ക് പൈസ പാസ്സായി. SCക്കാർക്ക് എല്ലാവരും വിളിച്ചു കൂട്ടി. ഞാൻ എല്ലാ കൗൺസിലർമാർക്കും 25 വീട്. അതിൽ പാർട്ടി നോക്കരുത്, ജാതി നോക്കരുത്, മതം നോക്കരുത്. പാവപ്പെട്ടവന് വീട് കൊടുക്കുക. ആ ലിസ്റ്റിൻ്റെ മുമ്പിൽ വരിക, ഞാൻ ഒപ്പിടുക. എല്ലാവരും സമ്മതിച്ചു. എത്ര വീടുകൾ. കടപ്പുറത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി, അവൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീട് കിട്ടും. എൻ്റെ മുമ്പിൽ ജാതിയും മതവും മറ്റേ കുന്തമായിട്ട് വരണ്ട. ആയിരക്കണക്കിന് വീടുകൾ. ഇപ്പോൾ അവിടെ ചെന്നാൽ പറയുമല്ലോ, കെട്ടിപ്പിടിച്ച സഖാക്കൾ ഉൾപ്പെടെ, ഹരിദാസേട്ടാ ഒന്നുകൂടി മത്സരിക്കുക. ഇനി ഹരിദാസേട്ട മത്സരിക്കാനുമില്ല. ഒന്ന് ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. ഇതൊക്കെ ജനങ്ങൾ ഇപ്പം നല്ല വിദ്യാഭ്യാസമുള്ള കാലമാണ്, എഡ്യൂക്കേറ്റഡാ. ഒക്കെ മനസ്സിലാക്കും ഓരോരുത്തരെ കുറിച്ചും. അവിടെയാണ് ഇന്ന് മാർക്സ് പാർട്ടിയുടെ ദുർബലത. എന്താ പറയണ്ടേ? കാരണം അവർ ചെറുപ്പക്കാർ അഴിമതിയിലേക്ക് പോയി തുടങ്ങി എന്ന് ഞാൻ അവരോട് പറയും. നിങ്ങളിത് പാർട്ടി ക്ലാസ്സിലൊക്കെ പറയൂ, എൻ്റെ പാർട്ടി അഴിമതിയിലേക്ക് പോയി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ജനം എൻ്റെ പാർട്ടിയെ കേരളത്തിലുമായിട്ടുള്ളത്. സത്യമാണ്. അതുകൊണ്ട് അഴിമതിക്കെതിരായ സമരം, വർഗീയതയ്ക്കെതിരായ സമരം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അഴിമതിക്കെതിരായ സമരം. അവിടെ നിന്ന് മുഖം നോക്കാതെ പറയണം. അഴിമതിക്കെതിരായിട്ട്, അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരായി, അതുപോലെ മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം.
എൻ്റെ പൊന്നായിലൊന്നും പണ്ട് മുസ്ലിം കുട്ടികൾ പഠിച്ചിരുന്നില്ല. ഇന്ന് എത്ര ഡോക്ടർമാർ എൻ്റെ ഗ്രാമമായ പോത്തന്നൂരിൽ ഒരു മുസ്ലിം കുട്ടിയെ എൻ്റെ ശ്രമഫലമായി ഡോക്ടറാക്കി. അവളുടെ കല്യാണം കഴിഞ്ഞു. നെയ്തല്ലൂരിൽ മുസ്ലിം കുട്ടിയെ ഡോക്ടറാക്കി. അവളുടെ ഭർത്താവും ഡോക്ടറാണ്. സുഖമായി ഇപ്പോൾ അവർ ജീവിക്കുന്നു. അങ്ങനെ വേണം. കാരണം നമ്മൾ മാത്രമല്ല എല്ലാവരും സ്നേഹിക്കണം. ഇത് വർഗീയത വായെ തോന്നിയത് കോതയ്ക്ക് പോട്ട്. ന്യൂനപക്ഷങ്ങൾ അവിഹിതമായി സമ്പാദിക്കുന്നു എന്നാണ് ആരോപണം. എന്തും പറഞ്ഞൂടെ? എന്താണ് അവർ അവിടെ പോയി കഷ്ടപ്പെട്ടിട്ടാണെന്ന്? എന്താണെന്ന് പറയാമോ? അത് കാരണം സംഘടിതമായി നിന്ന് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ അമിതമായി പറ്റുന്നുണ്ട് എന്ന് ഒരു പ്രചാരണം നിലനിൽക്കുന്നു. എന്ത് പറ്റാനാ? ഈ യൂസഫ് അലി ഒരു ഉദാഹരണം. എത്ര കഷ്ടപ്പെട്ടൊരു ഇടത്തരം കുടുംബമായിരുന്നു. അയാളുടെ ബാപ്പിയും അയാളൊക്കെ കൂടി ചെയ്ത അധ്വാനത്തിൻ്റെ ഫലമായി, പടച്ചോൻ കൊടുത്തൊരു ഭാഗ്യത്തിൻ്റെ ഫലമായി. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? എന്താ ബാക്കിയുള്ളവർ നന്നാവാത്ത? ഇപ്പം ചെറുപ്പക്കാർ കാണുന്ന ഒരു വ്യഗ്രത എന്താരാവോ? വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ കാശ് മുഴുവൻ നശിപ്പിക്കുകയാണ്. അതാരും പറയണില്ല അല്ലേ? മയക്കുമരുന്നും കിട്ടിട്ട് അടിച്ച് കയറുകയാണ് മയക്കുമരുന്ന്. ഞാനും പറഞ്ഞു, ഞാൻ പൊന്നാനി ഹമ്പാക്കി മാറ്റുകയാണെന്ന്. പിന്നെ കുട്ടികൾക്ക് പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളും റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കൈയിട്ട് നടക്കുമോ? ഇല്ല. ഞാനൊന്നും കോളേജിലുണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തപ്പോൾ ഇതേ ഫോണ് കാണാൻ കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇപ്പോൾ സ്കൂൾ കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വിളിക്കും. അപ്പോൾ നോക്കുക ഹരിദാസേട്ടെന്ന് പറഞ്ഞിട്ട് ഓടും. ഇതൊക്കെ പ്രസംഗിക്കും. രക്ഷാക്കന്മാരുടെ യോഗത്തിലും സ്കൂൾ യോഗത്തിലും എത്ര പ്രസംഗം നടത്തുക? അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്. അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നാണ് കുട്ടികൾ പറയുന്നത്. കറക്റ്റ്. നമ്മൾ പിന്തിരിപ്പനും ഈ ഓട്ടോറിക്ഷ, എൻ്റെ സ്വഭാവം പറയും, ഓട്ടോറിക്ഷ കയറിയാൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ 10-20 കൂടുതൽ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ അത് വൈകുന്നേരം ബീവറേജിൽ കൊണ്ടേ കൊടുക്കരുത്, ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കൊടുക്കണം. നോക്കും എൻ്റെ മുഖത്തേക്ക്. അല്ല അരിതാത്തേട്ടാ ഞങ്ങൾ കൊടുക്കണ്ട, അങ്ങനെ വേണം മോനെ. ആ സമയം പോലും ഞാൻ ഉപദേശിക്കാൻ നിൽക്കും. ഉമ്മയും ബാപ്പയും നോക്കണം, മദ്യപിക്കരുത്, കുട്ടികളെ നല്ല പഠിപ്പിക്കണം. കിട്ടുന്ന സന്ദർഭങ്ങൾ മുഴുവൻ പരിചയമുള്ളവനായാലും പരിചയമില്ലാത്തവനായാലും അങ്ങനെയൊക്കെ വേണം സമൂഹത്തിൽ. ഒരു തെറ്റുമില്ല. നേരത്തെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേരത്തെ ഒരു കേരള പഠനം നടത്തിയിരുന്നു. അപ്പോൾ അതിലിവിടെ പിന്നെ ഗവൺമെൻറ് സർവീസിൽ പട്ടികവർഗക്കാരേക്കാൾ പിന്നിലാണ് മുസ്ലിം പ്രാതിനിധ്യം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നീടൊരു കമ്പാരിസൺ ഈ അടുത്ത് അവർ പുറത്തു വിട്ടിരുന്നു. അതേ സ്ഥിതി മുസ്ലിങ്ങൾ തുടരുന്നു. അതായത് ഒരു ജനാധിപത്യമാകുമ്പോൾ എക്സിക്യൂട്ടീവിലെ പങ്കാളിത്തം പ്രധാനമാണല്ലോ. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോഴും ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരേക്കാൾ താഴെയാണ് ഈ ഭരണ പങ്കാളിത്തത്തിൽ എക്സിക്യൂട്ടീവിൽ പിന്നെ സർക്കാർ സർവീസിൽ മുസ്ലിങ്ങൾ പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതേ സാഹചര്യത്തിലാണ് മുസ്ലിങ്ങൾ അമിതമായി പലതും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ആരോപണം വരുന്നത്. ഞാൻ ഇതിനെപ്പറ്റി പറയാൻ പാടില്ല, വേറെ ആൾക്കാരാ പറയണ്ടേ. ഇപ്പോൾ ഈ അംഗവൈകല്യമുള്ള ഒരു ടീച്ചറെ എടുക്കണം. അതെ, കാരണം അധികം സ്കൂൾ എടുക്കണില്ല. ഡാഷ് എന്താന്ന് അതും പറയാൻ പാടില്ല. അതെ അതെ അതെ, ശരിയല്ലേ? അതെ അതെ അതെ. ഞാൻ എടുത്തു. നോക്കി നടക്കുന്ന ടീച്ചറോട് പറഞ്ഞു കൊടുക്കണം. ഒരു മുസ്ലിം കുട്ടിയാണെങ്കിൽ കൂടുതൽ നന്നായി എന്നാണ് എൻ്റെ ഉള്ളിൽ. കുട്ടിയെ കിട്ടി, വള്ളിക്കുന്ന് വന്നു. ഞാൻ ഇവിടേക്കൊന്നും ആരും വരില്ല, അവിടെ സ്കൂളിലിരിക്കുമ്പോൾ വന്നു. അപ്പോൾ ഉമ്മയൊക്കെ ചോദിച്ചറിഞ്ഞു, ഒരു പാവപ്പെട്ട വീട്,
എവിടെയാ ചോദിച്ചു, വള്ളിക്കുന്ന്. ആ സന്തോഷമായി. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ നാട് വള്ളിക്കുന്നെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒന്നുമില്ല, സ്ഥലമൊന്നും കേട്ടിട്ടുണ്ട് ഞാൻ. നന്നായി എന്നെ എടുത്തിരിക്കണം, നല്ല സ്കൂളിൽ കൊണ്ട് നടക്കണം. കഴിഞ്ഞു. ബാക്കി ആരാ എടുക്കുക? അതെ. എന്താ എടുക്കാത്തത്? ഒരു പോസ്റ്റിന് എന്താ ഞാൻ പറയാൻ പാടില്ല. എന്നാലും ജനം എന്താ പറയുക, നല്ല കൊയ്ത്താണ്. ആരോടും പറഞ്ഞ നമുക്കൊരു സത്യം വേണ്ടേ? അതെ അതെ, തീർച്ചയായും. ആ, ഇന്നിപ്പോൾ ഫോൺ വന്നത് എൻ്റെ കോഴിക്കുട്ടി മാഷ് ദേശീയ അവാർഡൊക്കെ വാങ്ങിയ അയാളുടെ മകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ജോലി. അപ്പോൾ അവൾക്ക് സ്റ്റേ കിട്ടി, ഇവിടെ തന്നെ തുടരാൻ സന്തോഷമായി. അവളാണ് സ്റ്റുഡൻസ് പോലീസിൻ്റെ ചാർജ്. എൻ്റെ സ്കൂളിൽ നല്ലവണ്ണം കൊടുക്കും ഞാൻ. ഇപ്പോൾ ഞാൻ രാജ്യം കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യണം അതൊക്കെ. ഇപ്പോൾ ഇതാ ഇന്നലെ ആ കുട്ടിയുടെ ക്രിക്കറ്റിൻ്റെ ആ കുട്ടി കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഒരു നേരം ഭക്ഷണം കഴിക്കാണ്ടാണ് ആ കുട്ടി വയനാട്ടിൽ പണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവുക. ഒരു കുട്ടി ക്രിക്കറ്റിൽ വലിയ വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ലക്ഷങ്ങൾ സമ്പാദിച്ചു. പക്ഷെ ആ കുട്ടിയെ കാണിച്ചപ്പോൾ ഇങ്ങനെ സന്തോഷമായി. ഇന്ന് ഒരു കളക്ടറെ കാണിച്ചു ആദിവാസികളിൽ ഇന്നലെ. അവർ പഠിച്ച് നന്നാവട്ടെ എന്ന്. മുസ്ലിം കുട്ടികളിൽ നന്നായി പഠിക്കും. ഒരുപാട് കളക്ടർമാരുണ്ട്. പിന്നെ മലപ്പുറത്തെ സബ് കളക്ടറായി. പിന്നെ ആ കുട്ടി എന്താ അബിത, അപ്പോൾ അവൾ എവിടെ വലിയ പോസ്റ്റിലെത്തി. അപ്പോൾ പരിചയപ്പെട്ടപ്പോഴും ഞാൻ പറഞ്ഞു നന്നായി പഠിക്കും, നന്നായി അങ്ങനെ വേണം, ഇനി കുട്ടികളെ അങ്ങനെ ആക്കണം. അത് പഠിക്കണം കുട്ടികൾ, മുസ്ലിം കുട്ടികൾ. ഞാൻ ഗാന്ധിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തികഞ്ഞ ഗാന്ധിയൻ, തികഞ്ഞ ഗാന്ധിസമാണ് വഴി. അതുകൊണ്ട് എന്ത് ആര് പിന്നെ പോസ്റ്റ് പോയി നോക്കണം പറഞ്ഞു. അയ്യേ കുറച്ച് പേരെങ്കിലും വേണ്ടേ? കാരണം എൻ്റെ ഗുരുനാഥമ്മ സുകുമാർ അഴിക്കോട് MK സ്വാമിനെ പോലുള്ളവരാ, നിസ്സാരക്കാരാ. ആരവരൊക്കെ? സുകുമാർ 80 മുതൽ 86 വരെ രാജ്യസഭാംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയുടെ അനുഭവം കാലങ്ങളിലൂടെയായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഓരോ കാലം. രാജീവ് ഗാന്ധി എന്നെ എല്ലാ സ്ഥലത്തേക്ക് അയച്ചിരിക്കണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. വിവിധ സംഘങ്ങളുടെ ഭാഗമായി പോയിട്ടും ഒറ്റയ്ക്കും. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപിലും ഞാൻ പ്രസംഗിച്ചിരിക്കണം. കവറത്തിയിലെ പള്ളിയുടെ സ്റ്റെപ്പാണ്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പൊന്നായിലെ ജുമായത്ത് പള്ളിയെ പോലെയാണല്ലോ. പോയിട്ടുണ്ട് അവിടെ? പക്ഷേ ഇത് പോയിട്ടില്ല. പോയിട്ടില്ല. അതേമാതിരിയാ. ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലക്ഷദ്വീപുകാർ. ഞാൻ കടക്കണില്ല. മനസ്സിലായില്ല? മനസ്സിലായി. അപ്പോൾ ഒക്കെ വേദനിക്കുന്നു. ഇവർ ചോദിക്കും എന്താ ഇങ്ങനെ എപ്പോഴും നശിച്ചു പോവും ആ ദ്വീപ്. കളവ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. ആ ദ്വീപിൽ നാളികേരൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കിടക്കും. സകല സാധനം ആരും ഒന്നും എടുക്കില്ല. ഓക്കെ, ദീർഘമായ സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. വളരെയധികം സന്തോഷമുണ്ട്. അങ്ങയുടെ ധീരമായ നിലപാട്, ഉറച്ച തീരുമാനങ്ങൾ, തികഞ്ഞ ഗാന്ധിയൻ ചിന്താഗതിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു വളരെ സുതാര്യമായ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ ജീവിതം ഈ ഒരു തുടർന്നും ദീർഘകാലം ഇങ്ങനെ ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പൂർണ്ണാരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ അല്ലാഹു എന്നെ സഹായിക്കും. തീർച്ചയായും. ശരി, വളരെ സന്തോഷം. കാരണം എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ അമ്മ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് പള്ളിയിലേക്കൊക്കെ, അത് ഞാൻ ഇന്നും ഒരു മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. എന്തേ? അത് തീർച്ചയായും.
ഞാൻ അനൗപചാരികമായി പറയാം, അങ്ങയുടെ സംസാരം വൈറലായ പല പ്രസംഗങ്ങളും ഉണ്ടല്ലോ, ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് നൽകുന്ന വലിയ ഊർജ്ജമുണ്ട്, വലിയ ഊർജ്ജം.